ശകുനമാണു ഞാൻ നാലും എന്തിനായിരിക്കും മോൻ എന്നോട് അണ്ടിത്തോട്ടത്തിൽ വരാൻ പറഞ്ഞത്? ഒരു ഫുള്ള് വാങ്ങിത്തരാനായിരിക്കും. എന്ത് പറഞ്ഞാലും എൻ്റെ മെക്കെട്ട് കയറിക്കോ. ഒരു ചെറുപ്പക്കാരൻ നിന്നോടാണ് അണ്ടിത്തോട്ടത്തിൽ വരാൻ പറഞ്ഞെങ്കിൽ നിനക്ക് ടെൻഷൻ ആവില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞാൻ എങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത് അതുപോലെയാണോ നിങ്ങൾ എന്നോട് റിയാക്ട് ചെയ്യുന്നു? പിന്നെ നമ്മ രണ്ടാളും ഓരോ ഫുള്ള് അടിച്ചിട്ട് അയാളെ കൊല വിളിക്കാൻ പോയോ വേണ്ടേ? അച്ഛാ, ഏ ഫാമിലി ഇറ്റ്സ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നാണ്, അല്ലാണ്ട് അച്ഛൻ്റെ ഒപ്പം ഇരുന്നേക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല. നമുക്കൊരു എണീറ്റ് പോയി. ആ ചെക്കനാ നിങ്ങളെ കാണാൻ വന്നിട്ടേ. കൊറേ നേരം വെയിറ്റ് ചെയ്യുന്നു. എമ്മാപ്പാ ഓക്കെ അല്ലേ? ഇരിക്കേ സുരേഷ, ഇരിക്കേ ഇരിക്കേ. ഇന്നലെ ഞാനവിടെ വന്നേന് അണ്ടിത്തോട്ടത്തിൽ. കുറച്ച് വൈകിപ്പോയി. ബട്ട് ഈ നേരത്ത് വന്ന് പറയാൻ മാത്രം അത്ര അർജന്റ് മാറ്റർ എന്നാണ് സുരേഷ? ഞാൻ കുറേ നേരം കാത്തിരുന്നു. ഞാനും കാത്തിരുന്ന്, പിന്നെ പേടി വന്ന്. ഞാനും കാത്തിരുന്നു എന്ന് പറയാൻ വന്നതാണ്. പിന്നെ നിങ്ങൾ പറ്റിച്ചോന്ന് തെറ്റിദ്ധരിക്കണ്ടല്ലോ. ഇല്ല, എനക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. പിന്നെ എന്താണ് കാണണമെന്ന് പറഞ്ഞ? എന്നാണ് സുരേഷ നിങ്ങൾ തമ്മില് രണ്ടാളും കൂടെ ഒളിച്ചോടി പോകാനായിട്ട് വല്ല പ്ലാനും ഉണ്ടാ? ഉണ്ടെങ്കിൽ ഈ സുധാരേട്ട കുടിച്ച് ചാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പോയിക്കോ. ഇതാണ് പ്രശ്നം. ഒരു കാര്യം ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സമ്മതിക്കൂല. നീ പറ മോനെ. അല്ല അമ്മേ. അമ്മയാ? ആരമ്മ? നീ ഏച്ചിന്ന് വിളിച്ചാൽ മതി സുരേഷ, അതായിരിക്കും ഇഷ്ടം. അല്ലേ ചേച്ചി, ഞാൻ ഒരു പുതിയ നാടകം കളിക്കുന്നുണ്ട്. അതിൽ മെയിൻ റോളിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നാഗരേട്ടനെ ക്ഷണിക്കാനാ വന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ നാടകം കളിച്ച് കുടുംബം മുടിയുമ്പോൾ നാഗരേട്ടനെ ഒന്നിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ. നിന്റെ കുടുംബം മുടിഞ്ഞ പിന്നെ ഈ കുടുംബം കൂടെ മുടിച്ചിട്ടാണ് ഇയാള് നാടകം നിർത്തിയത്. അച്ഛൻ പോയ പിന്നെ എത്ര സ്റ്റേജിലാണ് നാഗരേട്ടൻ ഗന്ധർവം പകർന്നാടിയത്. കലാകാരന്മാർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത വീടാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഇങ്ങോട്ട്. എന്ത് കോപ്രായം വേണമെങ്കിലും കളിച്ചോ രണ്ടാളും. അതിനെ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചവിട്ടി രണ്ടിട്ട് നടു ഞാൻ ഒടിക്കും. നാടകം കളിക്കാൻ നിനക്കടറ നാടകം അറിയല്? അതെന്താ ചോദ്യമേ? ഷാജഹാൻ മാർബിൾ പണിക്കാരനായിട്ടാണ് താജ്മഹൽ കെട്ടീനി. അറിയാനെന്തില്ലേ? അതങ്ങനെ ഉണ്ടാവില്ലല്ലേ? ഒരു കല്ലിന്റെ മുകളിൽ വേറൊരു കല്ല് വെച്ചിട്ട് 1000 കല്ലുമായി അങ്ങനെ അങ്ങനെ അങ്ങനെ. മോളാന്ന് സുമലത കേട്ടിട്ടുണ്ട്. അച്ഛാ, ബ്രേക്ക് എലക്ക് തച്ച് കാല് വിളിക്കും നായിന്റെ മോനെ. നാടകം കൊണ്ട് വളപ്പിലേക്ക് പറ്റി. ആദ്യം ഓന്റെ സ്ക്രിപ്റ്റ് കത്തിക്കാൻ പറ്റും നായിന്റെ മോനെ. 1 ലക്ഷം ഉറുപ്പ്യാന്ന് ഇപ്പൊ സമ്മാനം. ഓന് 2 ലക്ഷം ഉറുപ്പ് കൊടുക്കാം. നാട്ടിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. എടാ ആദ്യം നീ 2000ന്റെ കുറി വെക്ക്, എന്നിട്ട് 2 ലക്ഷം തള്ളു. ഛേ, ആ നാഹർക്ക് ഇത് എന്തിന്റെ കാണാന്ന് എനക്ക് മനസ്സിലാവുന്നത്. നാഹർ മാത്രല്ല വേണോട്ടാ, ഈ നാട്ടിലെ എല്ലാവരും ഓൻ്റെ ഒപ്പം. അത്രക്കുണ്ട് നാടകത്തിനോട് നാട്ടുകാർക്ക് ഭ്രാന്ത്. ഓൺ ട്രെൻഡിങ് ആവും, നോയിക്കോ. അഡ്വാൻസ് വാങ്ങിയാൽ 30 സെന്റ് പോയി. 30 സെന്റ് മാത്രമല്ല, ഷമീറിന്റെ കമ്മീഷൻ 3 ലക്ഷം, അഡ്വാൻസ് വാങ്ങിച്ചിട്ടുള്ള 15 ലക്ഷം കംപ്ലീറ്റ് പോയി. സുരേഷ, എന്നെ ഒഴിവായി കൂടെ? 3 ലക്ഷം കീശിൽ വെച്ച് നടക്കാൻ കഴിയടാ, ചെലവായി പോയി. അല്ല, ഞാനതിപ്പോ വെക്കുന്നില്ലെങ്കിലോ? പിറ്റ കമ്മീഷൻ നിനക്ക്. അതുവരെ പലിശ നീ നാടകത്തിൽ അഭിനയിച്ച് തീർക്ക്. നാടക? ആ, നാളെ ഓഡിഷൻ ഉണ്ട് കേട്ടാ. അപ്പൊ ഷമീറിന്റെ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ബാക്കി നിങ്ങൾ മേടിച്ചിട്ട് പുട്ടടിച്ച് 5 ലക്ഷം ഉറുപ്പ്യ. ആ പൈസക്കല്ലേ സുധാരേട്ട പശുവിനെ മേടിച്ചിനി. ഇനിയിപ്പോ എങ്ങനെ പശുവിനെ ഓഡിഷന് വിളിക്കുക?
ഒന്നുകിൽ എൻ്റെ പൈസ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഒരു നടി എനിക്ക് തരണം. ഒരു യുവനടീനെ. സുരേഷ, ഇലക്ട്രിസിറ്റി ഓഫീസ് വിറ്റിട്ടാലും നിന്റെ കട ഞാൻ തീർക്കൂട്ടാ. എന്നാലും എനിക്ക് വീട്ടിൽ നിന്ന് നടീനെ കിട്ടുകയും ചെയ്യും. എന്റെ പേരിൽ ആരും അടികൂടണ്ട. ഞാൻ അഭിനയിക്കാം. നിനക്ക് വില്ലേജ് ഓഫീസിൽ അടിച്ചു വരാൻ പോണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു വാരലൊന്നും വില്ലേജ് ഓഫീസ് വൃത്തിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കുള്ള സുരേഷ, സമ്മതിക്കുള്ള സുരേഷ. ആഹാ, ചാരുജിയുടെ ഗ്രൂപ്പ് ഡാൻസിന്റെ ഫോട്ടോക്ക് താഴെ നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കമന്റ് ഇടാം. അതിന്റെ ബിഗ് ബഡ്ജറ്റ് നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നത് സഹിക്കുന്നില്ല അല്ലേ? വെറുതെ അല്ലടാ നീ പുഷ്പിക്കാത്ത പുഷ്കരനായത്. കേട്ട ഇവന്റെ കാര്യം എന്തെങ്കിലും നോക്കൂടെ? അമ്മേ, അപ്പൊ കാര്യത്തിലെല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട്. നാടകത്തിന്റെ ചെലവ്, യുവനടി, എങ്ങനെ നിങ്ങൾ എനിക്കൊരു ഓട്ടോറിക്ഷ കൂടി മേടിച്ചാണ്. എന്തെന്ന്? ഓട്ടോറിക്ഷ എന്റെ ട്രാവലിംഗ് കൺവീനിയൻസ്. അവന്തി രാജാവായ ചാരംഗാസ്തന്റെ മകൻ പുഷ്പാങ്കദൻ എത്ര നിർബന്ധിച്ചിട്ടും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. ഓന്റെ അച്ഛൻ കുറെ പറഞ്ഞു നോക്കി, മോനെ പുഷ്പാങ്കദ, പോയി കല്യാണം കഴിക്കൂ മോനെ കല്യാണം. സമ്മതിക്കുന്നില്ല. ഒടുവിൽ പുഷ്പാങ്കദന്റെ ഫ്രണ്ട് പേശാലനൻ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. പുഷ്പാങ്കദനെയും കൂട്ടി ടൂർ പോയി റിസോർട്ടിൽ താമസിച്ചു. റിസോർട്ടിലോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റിസോർട്ട്, അന്നത്തെ കൊട്ടാരോദ്യാനം. ഇനിയിപ്പോ സുരേഷിന് എങ്ങനെയാ ഇത് കണിച്ചു ചെയ്യുന്നു പറയാൻ പറ്റില്ലല്ലോ. കൃഷ്ണേട്ടൻ അഭിനയിക്കുന്നുണ്ടാ? ഓ നിർബന്ധിച്ചാ പോവും, അല്ലാണ്ട് ഞാനായിട്ടില്ല. എന്നാ ഞാനുണ്ട്. നീന്തി കുളിക്കും അച്ഛനോടെ പോന്നെ? അത് നിന്നോട് പറയണ? നാടകം നോക്കി പോവായിരുന്നു മോനെ, പിടിച്ച് കെട്ടിക്കോ. എനക്കറിയാമേ, അതല്ല ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ അമ്മയും മോനും വിചാരിച്ചാലൊന്നും എന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിടാന്ന് വിചാരിക്കണ്ട. ഈ നാട്ടിലൊരു നാടകം നടക്കുമ്പോൾ MT എന്ന് പറയുന്ന ഞാൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ മുടിയും താടിയും വെച്ച് നടക്കുന്നത്? അങ്ങനെ എനക്കും ചോദിക്കാനില്ലത്. എന്തിനാണ് ഈ താടിയും മുടിയും വളർത്തി നടക്കുന്നത്? അതെൻ്റെ ഇഷ്ടം, നീ ആര് ചോദിക്കാൻ? അച്ഛൻ നിങ്ങൾക്ക് 2 പെമ്മക്കളാണെന്ന് ഓർക്കണം. പങ്ങന്മാർക്ക് കല്യാണപ്രായം എന്നുള്ള കാര്യം നീ ഓർക്കണം. 10-30 വയസ്സായില്ലടാ, ഇനി ഇങ്ങനെ ബസ് ഓടിച്ച് കളിച്ച് നടക്കുക. വണ്ടി മാറ്റി. പറ്റൂല. അച്ഛൻ നാടകത്തിന് പോകാനുള്ള പരിപാടിയാണ്, ഞാൻ വണ്ടി മാറ്റൂല. മാറ്റണ്ട, കാണിച്ചിടാ എനിക്ക്. നീ നിന്റെ കാറ്റ് പോവാൻ നോക്കിയാ മതി. മേഘമാം തൂവാല വീശി മുല്ലപ്പൂ മണമേതിവാ.